സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ RTMയുടെയും അതുപോലെ തന്നെ നമ്മുടെ മൊയിന കൾച്ചറിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ അങ്ങനെ RTM ഹാച്ച് ചെയ്യാൻ വെച്ചിട്ട് 27 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ RTM ഇപ്പം തന്നെ ഹാച്ച് ആയിട്ടുണ്ട്, കുറച്ചൊക്കെ ഹാച്ച് ആയിട്ടുണ്ട്, കുറച്ച് എഗ്ഗൊക്കെ ഇപ്പോഴും ഹാച്ച് ആവാൻ ബാക്കിയുണ്ട്. സോ നമ്മൾ ഇനി ഏറേഷൻ കൊടുക്കുന്നതനുസരിച്ച് അതാവും. ബട്ട് എങ്കിലും RTMയോ മാക്സിമം ചെറുതായിരിക്കുമ്പോൾ തന്നെ ഫിഷിന് ഫീഡ് ചെയ്യാൻ ശ്രമിക്കുക. എങ്കിലും അതിനകത്ത് പ്രോട്ടീൻ കണ്ടൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് RTM എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്താൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി എങ്ങനെയാണ് നമുക്ക് മൊയിന സ്റ്റോർ ചെയ്യാൻ RTM സ്റ്റോർ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ ഇതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മൊയിന കൾച്ചറെ വെച്ച് നമ്മുടെ ജാറ് അന്നത്തെ പോലെ തന്നെ ക്ലോസ് ചെയ്ത് കാര്യങ്ങൾ വെച്ചേക്കുവാണ്. ഇത് ഇന്ന് ഫീഡ് കൊടുത്തിട്ടില്ല, അതാ വെള്ളം ഇത്ര ക്ലിയർ ആയിട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ RTMയുടെ നമ്മൾ ക്യാപ്സ്യൂൾ ഇട്ട് വെച്ചിരുന്ന നമ്മൾ കൾച്ചർ ചെയ്യാൻ വെച്ചിരുന്ന ഇതിൻ്റെ എയറേഷൻ നമ്മൾ ആദ്യം തന്നെ ഓഫ് ആക്കി കൊടുക്കുകയാണ്. എങ്കിലേ നമുക്ക് അതിനകത്തുള്ള RTMയെ കറക്റ്റായിട്ട് കാണാനും കാര്യങ്ങളും എല്ലാം പറ്റത്തുള്ളൂ. ഞാൻ നിങ്ങൾക്ക് നമ്മുടെ മൊയിനയുടെ കൾച്ചേർഡ് ആയതിൻ്റെ വീഡിയോയും കാര്യങ്ങളും കാണിച്ചു തരാം. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമ്മുടെ ഈ ഒരു ജാറിൽ നമ്മൾ വളരെ കുറച്ച് മൊയിനെ മാത്രമാണ് ഇറക്കി വിട്ടിരുന്നത്. ഇപ്പം അവർ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഈ ജാറിൽ തന്നെ ഉണ്ട്. നിങ്ങൾ ഈ കാണുന്ന എല്ലാം ഈ ചെറിയ ചെറിയ ജീവികളെല്ലാം മൊയിനയാണ്. നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഒരു ടോപ്പ് വ്യൂ കാണിച്ചു തരാം. ഇതാണ്ടോ, ഇപ്പം നമുക്ക് ഇത്രത്തോളം മൊയിനയാണ് ഇതിനകത്ത് കൾച്ചറായി കിട്ടിയത്. അന്ന് നിങ്ങൾ കണ്ടു കാണും, ഞാൻ ഒരു സിറിഞ്ചിൽ വളരെ കുറച്ച് മാത്രം മൊയിന ആഡ് ചെയ്തതാണ്. അതും ഈ ഒരു ജാറിലാണൊക്കെ തന്നെ നമ്മുടെ മൊയിന കൾച്ചർ സക്സസ് ആണ്. ഇത്രത്തോളം മൊയിന നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് വേണമെങ്കിൽ ഫിഷിന് ഫീഡ് ചെയ്യാനും കാര്യങ്ങൾക്ക് കൊടുക്കാം. പക്ഷെ ഞാനിനൊരു 2-3 ദിവസം കൂടി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ RTM, നിങ്ങൾ ഈ അടിയിൽ കാണുന്ന ഇനിയും ഹാച്ച് ആവാൻ ബാലൻസ്ഡ് ആയിട്ടുള്ള എഗ്ഗും അതുപോലെ തന്നെ ഇതിനകത്ത് ഹാച്ച് ആയതിൻ്റെ ബാലൻസ് ഒന്ന് വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ ഈ കാണുന്നതാണ് ഈ RTMയുടെ നമ്മളിപ്പോൾ ഹാച്ച് ചെയ്തെടുത്ത കുഞ്ഞുങ്ങൾ. വളരെ ചെറിയ സൈസുള്ള ജീവിയാണ് ഈ RTM. ഈ ഒരു സൈസിൽ തന്നെ മാക്സിമം നമ്മൾ നമ്മുടെ ഫിഷിന് ഫീഡ് കൊടുക്കാൻ ശ്രമിക്കുക. ഇത് വലുതായി കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രോട്ടീൻ കണ്ടൻസും കാര്യങ്ങളും ഒന്നും കറക്റ്റായിട്ട് നമ്മുടെ ഫിഷസിന് നമ്മുടെ ബേബീസിന് കിട്ടില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല. ഈ ഒരു ചെറിയ അനങ്ങുന്ന ജീവിയാണ് RTM. ദേ ഈ കാണുന്ന ചെറിയ ചെറിയ അനക്കമുള്ളത് ഈ RTM ആണ്. ഇതിനകത്തുള്ള നമ്മുടെ RTM കൾച്ചറും അങ്ങനെ സക്സസ് ആണ്. നിങ്ങൾ ഈ കാണുന്ന ഈ ചെറിയ ചെറിയ അനക്കം ഫുള്ള് RTMയുടേതാണ്. നമ്മൾ 2 എഗ്ഗ് ഹാച്ച് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഇത്രത്തോളം ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങളുടെ പർപ്പസ് നിങ്ങളുടെ കയ്യിലുള്ള ഫിഷിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് മാത്രം എഗ്ഗ് ഹാച്ച് ചെയ്യാൻ വെക്കുക. ഇനി അതിനകത്ത് കുറച്ചുകൂടി എഗ്ഗും കാര്യങ്ങളും ഹാച്ച് ആവാനുണ്ട്. ദേ ഇത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് RTMനെ. ഈ ഒരു ജാറിലുള്ള ഇതെല്ലാം ഇത്രത്തോളം ജീവികളും RTM ആണ്. നമുക്കിതിനെ ഇനി നേരെ നമ്മുടെ ഫിഷിന് സെപ്പറേറ്റ് ചെയ്തിട്ട്, അതായത് ഈ RTM സെപ്പറേഷൻ നെറ്റ് യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫിഷിന് ഫീഡ് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഹാച്ച് ചെയ്തതിന് ശേഷമുള്ള ഒരു ഇതിനകത്ത് ഹാച്ച്ഡ് ആയ എഗ്ഗും ആവാനുള്ള കുറച്ച് എഗ്ഗുകളും ഇവിടെയൊക്കെ കാണുന്നുണ്ട്. ഇതിൽ ഇനിയും കുറച്ചുകൂടി ഹാച്ച് ആവാനും കാര്യങ്ങളും ബാക്കിയുണ്ട്. അത് നമുക്ക് കുറച്ച് നേരം കൂടി വേണമെങ്കിൽ എയറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതും കൂടി ഹാച്ചായി കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്കിപ്പോൾ കാണാമായിരിക്കും RTM ഇതിനകത്ത് തന്നെ അനങ്ങുന്നത്. ഇതാണ് നമ്മുടെ RTM നമ്മൾ ഹാച്ച് ചെയ്തതിൻ്റെ റിസൾട്ട്. അതുപോലെ തന്നെ നമ്മുടെ മൊയിനയുടെയും ഫൈനൽ റിസൾട്ട് ഇതാണ്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഈ ഒരു ചെറിയ ഒരു ജാറ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി മൊയിന ഇരുന്ന് കിട്ടിയിട്ടുണ്ട്. സോ നമ്മുടെ 2 കൾച്ചറും സക്സസ് ആണ്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഇത് എങ്ങനെ സ്റ്റോർ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇട്ടാൽ മതി. എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്കൊന്നെങ്കിൽ കമൻറ്റിൽ പറയാം, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽഡ് വീഡിയോയും കാര്യങ്ങളും ഇതിനു വേണ്ടി ചെയ്യുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ ഗൈസ്.